എങ്ങനെയുണ്ടായിരുന്നു എക്സാം? ഡ്രോയിങ് എങ്ങനെയാ? സമയം കിട്ടിയോ? MCQ നമ്മൾ പരീക്ഷയായിട്ട് ബന്ധപ്പെട്ടായിരുന്നു വന്നിട്ടുണ്ട്. നമ്മൾ നടത്തിയ നോക്ക് എങ്ങനെയുണ്ടായിരുന്നു? ഡ്രോയിങ്ങിനൊക്കെ ടൈം കിട്ടിയോ? ഫുള്ള് ചെയ്തത്. പിന്നെ പോർട്രേറ്റിൽ വന്നത് കഥകൾ മോക്ക് ടെസ്റ്റ് ഒക്കെ നടത്തിയ പോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ ഓവറോൾ നോക്കുമ്പോൾ എങ്ങനെയാണ് എക്സാമിനെ പറ്റി പറയാനുള്ളത്? നമ്മൾ വിചാരിച്ചത്ര ടഫായിരുന്നു അതോ? പിന്നെ എക്സാം എങ്ങനെ? മാത്സ് ടഫായിരുന്നു. ഡ്രോയിങ് ടൈം കിട്ടിയോ? ടൈം കിട്ടി എക്സാമിന്? ഓൾറോ നോക്കുകയാണെങ്കിൽ ഭയങ്കര ടഫായിരുന്നു അതോ? കുഴപ്പമില്ല. എക്സാം പിന്നെ നമ്മുടെ കറണ്ട് അഫെയർ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കാം. GK കുറച്ച്, പക്ഷെ ഭയങ്കര ടഫായിട്ട് തോന്നുന്നു. ഇല്ല, മാത്സ് ഓൾറോ നോക്കുമ്പോൾ കുറച്ച് ടഫാണ്. ഡ്രോയിങ് ടൈം കിട്ടിയില്ല. ടൈം ഓക്കെ ആയിരുന്നു അല്ലേ? പിന്നെ നമ്മുടെ ഈ പറഞ്ഞ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തതായിട്ട് സിമിലർ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. ആപ്റ്റ്യൂഡിൽ നമ്മൾ പഠിച്ച പോർഷൻസ് എല്ലാം പുറത്തുനിന്ന് വല്ലതും ഉണ്ടായിരുന്നു? ഇല്ല, നമ്മൾ ഓൾമോസ്റ്റ് പഠിച്ചതൊക്കെ തന്നെയായിരുന്നു. ഓക്കെ, ഓരോ നോക്കുമ്പോൾ എങ്ങനെയാണ് എക്സാം? ടഫാണോ അതോ ആവറേജ്? ഭയങ്കര ടഫെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ആപ്റ്റ്യൂഡ് ഫിഗർമെട്രിക്സ് അങ്ങനെയൊക്കെ ശുഭാപ്തിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടോ? മോക്ക് ടെസ്റ്റ് നടത്തിയത് ഓൺലൈൻ നോക്കുമ്പോൾ മാത്സ് എളുപ്പമുണ്ടായിരുന്നോ? ഒരാൾ മാത്സ് എളുപ്പമുണ്ടെന്നാണ്. ടൈം കിട്ടിയോ? ഈ പ്ലാൻ ചെയ്തുകൊണ്ട് യൂസ്ഫുൾ അല്ലായിരുന്നു? ബാക്കി ഓൺലൈൻ നോക്കുകയാണെങ്കിൽ എക്സാമിൻ്റെ ഒരു നോക്കുമ്പോൾ എങ്ങനെയാണോ? ഭയങ്കര ടഫായിരുന്നോ അതോ ഈസി ആയിരുന്നു? പക്ഷെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. നമുക്ക് സെക്കൻഡ് ഷിഫ്റ്റ് ടൈമിങ് ലാപ്ടോപ്പ് ആണെങ്കിൽ ഒരു 10-15 മിനിറ്റ് പറ്റും. അത്ര കുറച്ച് ടഫായിട്ടുള്ള ലാപ്ടോപ്പിൽ ഞാൻ എടുത്തുവാണെങ്കിൽ മാക്സിമം ഇരിക്കാൻ ഡ്രോയിങ് ശരി. പിന്നെ മോക്ക് ടെസ്റ്റ് ഒക്കെ നമ്മൾ ഈസിയായിട്ട് അങ്ങനെ സിമിലറായിട്ട് അങ്ങനെ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് സെയിം അതല്ല പിന്നെ സെയിം വന്നിട്ടുണ്ട്. എല്ലാവരും ഒരേ മോഡലിൽ എല്ലാവരും ചോദിക്കുന്ന ഓരോ ആ നമ്മുടെ മിറർ ഇമേജ്, വാട്ടർ ഇമേജ്, കൗണ്ടിങ് അങ്ങനത്തെയൊക്കെ ആ ടോപ്പിക്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കൗണ്ടിങ് ഓഫ് ഫിഗേഴ്സിന് വ്യത്യാസം വരുന്നത് വെച്ചാൽ നമുക്ക് കാണുന്ന സർഫസ് മാത്രം വിസിബിൾ സർഫസിൻ്റെ എന്താ ചോദിച്ചു ടോട്ടൽ സർഫസ് അല്ല. അതായത് അതിൻ്റെ കഴിഞ്ഞ ക്വസ്റ്റ്യനിലേക്ക് ടോട്ടൽ സർഫസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിച്ചാൽ വിസിബിൾ, അതായത് നമ്മൾ കാണുന്ന സർഫസ് ബാക്കിലൊന്നും ഉണ്ടാവില്ല. പഠിച്ചു തന്നെ വന്നത്. മോക്ക് ടെസ്റ്റ് എഴുതിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സിമിലർ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എളുപ്പമുണ്ടായിരുന്നു എക്സാം. പിന്നെ ഡ്രോയിങ് എങ്ങനെ ഉണ്ടായിരുന്നു? ബിപ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? പിന്നെ എങ്ങനെ ആപ്റ്റ്യൂഡ് എങ്ങനെയാണോ? അതല്ല മാത്സ് ഒന്നും നോക്കുമ്പോൾ എക്സാം എങ്ങനെ ടഫായിട്ടാണോ തോന്നിയത്? അല്ല, നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇതിനൊക്കെ നിങ്ങൾക്ക് എളുപ്പമാണോ?